ഇതാ പുഴക്കരയിലെ ഒരു സംഭവം കാണിച്ചു തരാലോ. സ്പെഷ്യലായിട്ടൊന്നുമില്ല, നമ്മുടെ കൈതോലയാണ്. കൈതോല പായ വിരിച്ച്, കൈതോല കേട്ടിട്ടില്ലേ? ഇതാ പായ ഉണ്ടാക്കാനും കൂട്ട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൈതോലയാണ് നമ്മൾ ഈ കാണുന്നത്. കൈതോല കണ്ടോ, ഇതിൻ്റെ മൂത്ത ഇല വെട്ടിയെടുത്തിട്ടാണ് പായ ഉണ്ടാക്കുന്നത്, കുട്ട ഉണ്ടാക്കുന്നത്, അങ്ങനെ പല സംഭവം ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അരികുകൾ നല്ല മൂർച്ചയുള്ള മുള്ള കേട്ടോ. ഇപ്പം ഞാൻ കൈതോലേനെ പറ്റിയിട്ടല്ല പറയാൻ വന്നത്. കൈതോലക്ക് ഒരു പൂവ് ഉണ്ടാവാറുണ്ട്, അറിയോ? പക്ഷെ കൈതോലയുടെ പൂവിന് നമ്മൾ കൈതപ്പൂ എന്ന് പറയാറുണ്ടോ? ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ആരും പറയാറില്ല. പാട്ടുകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൈതോല പായ വിരിച്ച് കേട്ടിട്ടില്ലേ? കൈതപ്പൂവിൻ കന്നിക്കറുപ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും. അങ്ങനെ ഈ കൈതോലൊക്കെ ഇവിടെ ഒരു പൂവുണ്ടായിരുന്നേ. ഈ പൂവ് ആരും കണ്ടില്ല, പൂവ് വാടി ഉണങ്ങിപ്പോയി. പക്ഷേ ഈ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങൊരു കൈതോല പൂത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഒരു 50 മീറ്റർ ദൂരത്തുനിന്ന് മണം അടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. കൈത പൂത്തിട്ടുണ്ട്. ഈ കൈതോല പൂവിന് വേറെ ഒരു പേരുണ്ട്, അറിയോ? താഴമ്പൂ. താഴമ്പൂവേ വാസം വീശും. വേറെ പാട്ടുണ്ടല്ലോ, താഴമ്പൂ മുടി മുടിച്ച് 18 മുളം ചേല ഞുറിഞ്ഞുടുത്ത് മുക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിറ്റണിഞ്ഞ് മുക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. അപ്പോൾ കൈതോലയുടെ പൂവ് എന്ത് ചെയ്യാൻ പറ്റും? കൈതോല പൂവ് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ വളരെ ഫേമസ് ആണെന്നാണ് പറയുന്നത്. മലേഷ്യയിൽ എന്താ പറയുക, ഈ കൈതോലയുടെ ഇല നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പുതിയ അറിവാണ്. പിന്നെ അതേമാതിരി മീനൊക്കെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ ഇല ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. എങ്ങനെയാലും ആ കൈതപ്പൂ പറിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. നല്ല സുഗന്ധദ്രവ്യം എന്നാണ് പറയുന്നത്. സുഗന്ധദ്രവ്യം ഉണ്ടാക്കാൻ ഈ കൈതപ്പൂ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. മണം പോകാതെ കുറേ കാലം നിലനിൽക്കുന്ന പറയുന്നത്. എന്ത് മണമെന്നോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 മീറ്റർ ദൂരത്തു നിന്നാണ് ഇതിൻ്റെ മണം അടിച്ചിട്ട് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊരു 5 മീറ്റർ 6 മീറ്റർ വരെ ഉയരമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ അതും കേട്ടിട്ടേ, ഇതിൻ്റെ മേലെ വലിഞ്ഞു കയറാൻ പറ്റുമോ ഇല്ല, ഓലയുടെ സൈഡൊക്കെ മുള്ളാണ്. അങ്ങനെ ഞാൻ ഇതുവഴി വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എന്നാൽ ഞാൻ മരത്തിൽ കയറുന്നത് കൂടി കാണിക്കാറുണ്ട്. കണ്ടോ, കൈതോലയുടെ വേരുകൾ മണ്ണിലേക്ക്, വേരുകൾ പുറത്ത് തന്നെ കാണാൻ പറ്റും. വേരുകൾ കണ്ടോ, ഇതൊക്കെ കൈതോലയുടെ വേരുകളാണ്. വേരുകൾ പുറത്ത് തന്നെ ഉണ്ടാവും. തടി മണ്ണിന് മുകൾ ഭാഗത്തു നിന്നാണ് മേലേക്ക് പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ കൈതോലയുടെ ഓലയേക്കാൾ ഉപയോഗമാണ് കൈതോല ചെടിയുടെ പൂവിന്. നമ്മൾ തമിഴിൽ താഴമ്പൂ എന്ന് പറയുന്ന സാധനം. താഴമ്പൂ കാണാനൊന്നും നല്ല ഭംഗിയില്ലെങ്കിലും ഇവനാൾ പുലിയ കേട്ടോ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതാ ആ കമ്പിൽ കയറി നിന്ന് ഈ കമ്പി ഇങ്ങനെ പിടിച്ച് ഒരു 2 മീറ്ററോളം കയറിയപ്പോൾ മരം അങ്ങ് ചാഞ്ഞ് താഴെ വീണു. എത്ര മീറ്റർ കാണും? ഒരു 8 മീറ്റർ അങ്ങ് കാണും ദൂരം. ഇനി ഈ മുള്ളിൻ്റെ ഇടയിലേക്കൂടെ ആ പൂവൊന്ന് പുറത്തെടുക്കണം. കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ ലുക്ക് ഉണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര സുഗന്ധം. താഴമ്പൂവേ വാസം വീശും. താഴമ്പൂവിൻ്റെ മണം അങ്ങ് അടിക്കുവാന്ന്. ഈ താഴമ്പൂവിൻ്റെ മണമാണ് ഈ മരത്തിൻ്റെ അടുത്ത് വരെ എന്നെ കൊണ്ടെത്തിച്ചത്. എന്നാൽ ഞാൻ ആ പൂവൊന്ന് പറിച്ചെടുത്തിട്ട് എന്തായാലും എനിക്കിത് തൈലാക്കാനൊന്നും അറിയില്ല, ഫാക്ടറിയിലും കൊണ്ട് കൊടുക്കാൻ പറ്റിയല്ല. നമ്മുടെ ഷെൽഫിൽ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന
വസ്ത്രങ്ങൾക്കിടയിൽ വെച്ച് കഴിഞ്ഞാൽ സുഗന്ധം കാലങ്ങളോളം നിലനിൽക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ ഇലഞ്ഞിപ്പൂവും അങ്ങനെ വെക്കാറുണ്ട്. അതല്ലാതെ ഈ താഴമ്പൂവും അങ്ങനെ വെക്കാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര എളുപ്പമല്ല, എൻ്റെ കയ്യിൽ ഒരുപാട് മുള്ളുകൊണ്ട് എന്താ ചെയ്യുക, പൂവ് കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല. ആ ഹണി ബീ ആണോ എന്ത് ബീ ആണോ, ചെറിയ പ്രാണികൾ ഒരുപാട് ഇതിൻ്റെ മണത്തിന് ആകൃഷ്ടരായിട്ടിങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, പൂമ്പൊടിയെല്ലാം പോകുന്നുണ്ട്. വാടാ വാടാ വാടാ, താഴമ്പൂ വാടിപ്പോയ താഴമ്പൂ. രാവിലെ നേരത്തെ ഇത് പറിക്കണ്ടെന്നാണ് പറയുന്നത്. കേടുകൂടാതെ നിൽക്കണ്ടെങ്കിൽ രാവിലെ പറിക്കണമെന്നാണ് പറയുന്നത്. ഓ, മണത്ത് നോക്കട്ടെ. എന്തു സുഗന്ധം, എന്തു സുഗന്ധം.